ഇനി അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് A journey through books with Maya and Shabu. Only on Life with It. Alright, അപ്പോൾ ഇന്നത്തെ ജേർണി ത്രൂ ബുക്സിൽ ഷാബു ഈസ് ടേക്കിംഗ് us ത്രൂ ദ പേജസ് ഓഫ് എ ബുക്ക് കോൾഡ് വൈ വി ഡൈ. ഇന്ന് പറയാൻ പറ്റിയതാണോ എന്നറിയില്ല. എന്റെ ഷാബു പക്ഷേ വല്ലാത്തൊരു പുസ്തകമായി പോയി. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അന്ന് നമ്മൾ മറ്റ് ഇതുപോലെ ഒരു സംഭവം വന്നപ്പോ അന്ന് ആ പുസ്തകം മാറ്റിവെക്കുകയായിരുന്നു. ബട്ട് യുനോ ഷാബു, ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ ആക്ച്വലി കഴിഞ്ഞ ദിവസം ഇതിനെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ഫാമിലി ഇതേപോലെ തന്നെ ആ പെഹൽഗാം അറ്റാക്കിന്റെ ടൈമിൽ അവർ ആ പോയിന്റിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷെ അവർ റെസ്റ്റോറന്റിൽ ഒരു ഭക്ഷണ സാധനത്തിന് ഉപ്പ് കുറഞ്ഞു പോയി. അതുകൊണ്ട് ആ ഷെഫ് പറഞ്ഞു ഒന്നുകൂടെ അത് ഉണ്ടാക്കി തരാം, നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ആ വെയിറ്റിംഗ് ചെയ്തത് കൊണ്ട് അവർ ആ സ്പോട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് പറഞ്ഞു, ദിസ് ഇസ് ഹൗ സംടൈംസ് ഗോഡ് പ്രൊട്ടക്ട്സ് യു. എൻ്റെ അടുത്ത് അന്ന് എല്ലാവരും ചോദിച്ചത് അപ്പോൾ പിന്നെ ആ മരിച്ച ആൾക്കാരെ കുറിച്ച് മായ്ക്ക് എന്താണ് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ മരണത്തിനെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ആൻസർ ഇല്ല, അല്ലേ? തീർച്ചയായിട്ടും. വാട്ട് ഡസ് ദിസ് ബുക്ക് സേ വൈ വി ഡൈ? നമ്മളിത് പറഞ്ഞു തുടങ്ങിയത് ഈ പറഞ്ഞ ടെററിസം അറ്റാക്കും ഒക്കെ ആണെങ്കിലും ഇതല്ല, ഇതൊരു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത്. സ്വാഭാവികമായിട്ടും മറ്റ് മൃഗങ്ങളോ മറ്റ് ജന്തുക്കളൊന്നും ഇതിനെക്കുറിച്ച് ആലോചിക്കാറില്ലല്ലോ. ആലോചിക്കുന്നുണ്ടാവില്ല എന്ന് നമ്മുടെ ഒരു പെർസെപ്ഷനാണ്. പക്ഷേ ഇല്ലെന്ന് തന്നെയാണ് സയൻസും ഒക്കെ പറയുന്നത്. അവർക്ക് അതിനെക്കുറിച്ച് ചിന്തയൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ മാത്രമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് കുറെ കൂടി ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള കുറെ ഉറപ്പായിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ ആവാം. എന്തായിരുന്നാലും ഈ വൈ വി ഡൈ, എന്തുകൊണ്ട് നമ്മൾ മരിക്കുന്നു എന്നുള്ള പുസ്തകത്തിന്റെ തലക്കെട്ട് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്നാ പിന്നെ കേട്ട് കളയാം, മരിക്കുന്നത് എങ്ങനെയാണെന്നതിന്റെ ഒരു റീസൺ കിട്ടുമല്ലോ. ഒരു റീസൺ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഒരു സയൻസിലേക്ക് പോകുന്നതാണ്. ഇത് നൊബേൽ സമ്മാനം കിട്ടിയ വെങ്കി രാമകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയതാണ്. ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. അമേരിക്കയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബാക്കി പഠനങ്ങൾ. ഫിസിക്സിലാണ് അദ്ദേഹത്തിന്റെ ഹയർ സ്റ്റഡീസ് ഒക്കെ നടന്നതെങ്കിലും ഈ പറഞ്ഞ ക്രോമസോമുകളെ കുറിച്ചും അല്ലെങ്കിൽ കുറെ കൂടി മോളിക്കുലാർ സയൻസുമായി ബന്ധപ്പെട്ടുമൊക്കെ അദ്ദേഹം പഠിക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ഇതിലേക്ക് വന്നത്. അതാണ് പിന്നീട് ഒരുപാട് റിസർച്ചിലേക്കൊക്കെ പോയി അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ 2009 നൊബേൽ സമ്മാനം കിട്ടിയ വെങ്കി രാമകൃഷ്ണന്റെ പുസ്തകമാണ്. അപ്പൊ എനിക്കൊരു പെരിഫറൽ ലെവലിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത് ദിസ് ഇസ് മോർ ഓഫ് എ സയന്റിഫിക് എക്സ്പ്ലനേഷൻ ദാൻ എ ഫിലോസോഫിക്കൽ എക്സ്പ്ലനേഷൻ. എല്ലാം ഉണ്ട്, സയന്റിഫിക്കലും ഉണ്ട്, ഫിലോസഫിക്കലും ഉണ്ട്. പക്ഷെ സയൻസ് ആണ് കൂടുതൽ. കാരണം പല ആൾക്കാരും ഇപ്പം നമ്മുടെ പല കൾച്ചറുകളിലും അവർ ഫിലോസഫിക്കലായിട്ട് പറയുന്നു, എന്തുകൊണ്ട് മരിക്കുന്നു, നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തിന് ഈജിപ്തില് മമ്മിഫിക്കേഷൻ ഉണ്ട്. ഈ മമ്മിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വർഷങ്ങളായിട്ട്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ബോഡിയെ സൂക്ഷിച്ചു വെക്കുകയാണ്. സൂക്ഷിച്ചു വെച്ചിട്ട് അവർ വിചാരിക്കുന്നത് ഇവര് പിന്നീട് എപ്പോഴെങ്കിലും തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസത്തിന്റെ പേരിലാണ്. ഇപ്പോഴുമൊക്കെ ഇന്നത്തെ കാലത്തെ ടെക്നോളജി കൊണ്ട് തന്നെ ചില ജീവജാലങ്ങളെ അങ്ങനെ തിരികെ കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഒരു പേരുമൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന സംഗതികളുണ്ട്. അതായത് പിന്നൊരു കാലത്തിൽ ടെക്നോളജി കൊണ്ട് തന്നെ ഈ ബോഡിയെ, മരിച്ചിരിക്കുന്ന സാധനത്തിന് തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സംഭവങ്ങൾ വരെയൊക്കെ ഉണ്ട്. അപ്പം അത് മാത്രമല്ല, ഇന്നത്തെ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്കും കുറെ കൂടി കാലം ജീവിച്ചിരിക്കണമെന്നൊരാഗ്രഹമുണ്ട്, അല്ലേ? ലോഞ്ചിവിറ്റി. ആ ഹെൽപ്പിംഗ് എത്രമാത്രം ഉണ്ടെന്ന് ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ഹെൽപ്പിംഗ് ആണോ അതോ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഈ പറഞ്ഞ പോലെ ഇതിനൊക്കെ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ടുള്ളവർക്കറിയാം, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതയുണ്ടായിരുന്നു. ആ കവിത പറയുന്നത് മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു. അത് കാലനില്ലാത്ത കാലം എന്നാണ് കവിതയുടെ പേര്. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. അതായത് മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, മുത്തച്ഛൻ അവനുള്ള മുത്തച്ഛൻ മരിച്ചില്ല. അപ്പൊ ഏത് ലെവലിലുള്ള മുത്തച്ഛൻ വരെ ഉണ്ട്, ഒരുപാടുണ്ട്. മാത്രമല്ല ഈ മുത്തച്ഛനൊന്നും സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഈ വാരി എന്നൊക്കെ പറഞ്ഞ് വീടിന്റെ കഴുക്കോലിന്റെ ഇടയ്ക്കൊക്കെയാണ് കയറി ഇരിക്കുന്നത്. കാരണം സ്ഥലമില്ലാത്തത് കൊണ്ട്. അങ്ങനെ കാലനില്ലാത്തൊരു കാലം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറഞ്ഞ ഒരു സംഗതി തന്നെയാണ്. ഈ ഒരുപാട് സമ്പന്നന്മാർ ഇന്നത്തെ കാലത്ത് ഒരുപാട് പണം മുടക്കുന്നുണ്ട്. വെങ്കി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോഴും പറയുന്നുണ്ട്, ഏതാണ്ട് 10,000-ഓളം റിസർച്ച് പേപ്പറുകൾ തന്നെ ദീർഘായുസിനെ കുറിച്ച്, ലോഞ്ചിവിറ്റിയെ കുറിച്ച് പഠിച്ചിട്ട് ഇപ്പൊ സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് 10-700-ഓളം സ്റ്റാർട്ടപ്പുകൾ. നേരത്തെ മായ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് തുടർ ജീവിതം താല്പര്യമുണ്ട്. ഞാൻ എങ്ങനെ ജീവിക്കാം, എന്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ അതിന് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഇൻട്രസ്റ്റിംഗ് വേറൊരു സംഭവം പറയാം. അതായത് ബ്ലാക്ക് മിറർ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ടല്ലോ, അതിനകത്ത് ഇതീ പറഞ്ഞല്ലോ
നമ്മുടെ മനസ്സ്, നമ്മുടെ സോൾ എന്ന് വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ അതിനെ നമ്മൾ AI അല്ലെങ്കിൽ വെർച്വൽ ഒരു ലോകത്തിലേക്ക് മാറ്റുന്നു. സോ ലിറ്ററലി ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഇപ്പൊ സംബഡി ഹാസ് പാസ്ഡ് അവേ, ആ ഒരു ആളുടെ പൈസ കൊടുത്ത് നമ്മൾ ആ സോള് ആ വെർച്വൽ ലോകത്ത് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കും, ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കും. സോ ലിറ്ററലി ഇറ്റ്സ് ലൈക്ക് ലിവിംഗ് ഫോർ എവർ. തീർച്ചയായിട്ടും അങ്ങനെ. പക്ഷേ ഇത് നമ്മൾ ഈ പറയുന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ ഒരു റിസർച്ച് നടക്കണമെങ്കിൽ കോടിക്കണക്കിന് ഡോളർ വേണം, അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം. അതിപ്പോൾ സാധാരണക്കാരനെ കൊണ്ട് പറ്റില്ല. പക്ഷെ പല ഇപ്പം നമ്മൾ പറയുന്ന ഇലോൺ മസ്ക് അല്ലെങ്കിൽ ആമസോണിൻ്റെ ഉടമ, അങ്ങനെ പല സമ്പന്നന്മാരും ഇതിനു വേണ്ടിയിട്ടുള്ള പണം മുടക്കുന്നുണ്ട്, സ്റ്റാർട്ടപ്പുകളിൽ പണം മുടക്കിയിട്ടുണ്ട്. കാരണം ജീവിച്ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ വെങ്കി പറയുന്നതൊന്ന് കേട്ട് നോക്കിയിട്ട് നമുക്ക് വരാം. There are about 700 startups which, have longevity as a goal of one kind or another. And, some of them will say they're really about healthy aging and not about life extension. And then there are sort of various mixtures. And, there are tens of billions of dollars invested in these startups, many of them within, a few miles radius of this place. And along with that, there are also dubious claims, so this is from Tom Check, who's written a book about RNA and telomeres. And, he gave me this slide which says you can telomere shortening is considered one of the hallmarks of aging. And so there you can go on Amazon.com and you'll have lots of, things you can buy that will apparently lengthen your telomeres. But of course, these are not FDA approved. There are no clinical trials. It's not clear what their basis is. അപ്പോൾ അതൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ആലോചിച്ച് വെക്കുക, ഇതൊന്നും ക്ലിനിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള സാധനങ്ങളല്ല. നിങ്ങൾ ആമസോണിലോ മറ്റേതെങ്കിലുമൊക്കെ സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ ലോഞ്ചിവിറ്റി കൂട്ടുന്ന മരുന്നുകളാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചിലപ്പം ഓർഡർ കൊടുത്ത് വാങ്ങും. പക്ഷെ ആലോചിക്കുക, അതൊന്നും അപ്രൂവ്ഡ് അല്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനകത്തൊരു ബ്രയാൻ ജോൺസൺ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ തന്നെയും ബ്രയാൻ ജോൺസൺ ഉണ്ട്. പുള്ളിയാണ് നമ്മുടെ ഇതെല്ലാം പറയുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കാറിനില്ലാത്ത കാലം കുഞ്ചൻ നമ്പ്യാർ ഇങ്ങനെ ആലോചിച്ച് കണ്ടെടുത്തിയ ഒരു കാലമാണ്. അതാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇതിലുള്ള ഒരു കഥയാണ് യയാദിയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് മരിക്കണ്ട. അപ്പം മകനോട് പറയാണ്, എൻ്റെ വാർദ്ധക്യം ഞാൻ നിനക്ക് തരാം, പകരം നിന്റെ യൗവനം എനിക്ക് തരിക. അങ്ങനെ യൗവനം വാങ്ങിയിട്ടുള്ള ആളാണ് യയാദി എന്ന് പറയുന്നത്. എന്നിട്ട് ഇയാൾ അർമാദിച്ച് ജീവിക്കുകയാണ്. അവസാനം പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്, ഇത് വേണ്ട, ഇനി ഒരിക്കലും അങ്ങനെ ആകണം എന്ന് ഞാൻ ചിന്തിക്കില്ല എന്ന് പറയുന്ന ഒരു കാരണം അത്രത്തോളം നരകിച്ചു. അപ്പം ആ യയാദിയെ പോലെ ഒരു ക്യാരക്ടറാണ് ബ്രയാൻ ജോൺസൺ എന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്ത് അയാൾ ഇൻസ്റ്റഗ്രാമിലൊരു ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം കോടീശ്വരനാണ്. ഈ പറഞ്ഞ പോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി, ഈവൻ മകന്റെ വരെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി. അപ്പൊ അങ്ങനെയൊക്കെ ചെറുപ്പമാകാൻ കഴിയുമെന്ന് വിശ്വസിച്ചു. റാപ്പമൈസിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്. ഈ ടാബ്ലറ്റ് ഏറെക്കുറെ ആദ്യമൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത് നമ്മുടെ യുവത്വത്തെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നൊക്കെയായിരുന്നു. പക്ഷെ അതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഇദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചൊരു വീഡിയോ എന്ന് പറയുന്നത് പ്രോജക്റ്റ് ബേബി ഫേസ് എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഫാറ്റ് കുറയ്ക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ യങ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറയുന്നൊരു സംഗതി. നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ് ഒക്കെ മുഴുവനും പോയി കലോറിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് സ്കിന്നൊക്കെ നന്നു. പക്ഷെ ഫാറ്റ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ സംഭവിച്ചാൽ പുള്ളിയുടെ ഫേഷ്യൽ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചുരുങ്ങി, അതായത് അപ്പോഴത്തേക്ക് പ്രായം നന്നായിട്ട് അറിയാൻ പറ്റി. പുള്ളി ഇപ്പൊ മരിച്ചു പോകുന്ന ആളുകളൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് പ്രോജക്റ്റ് ബേബി ഫേസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫാറ്റ് അദ്ദേഹത്തിന്റെ ശരീരത്തിലില്ല, മറ്റൊരു ഡോണറിൽ നിന്ന് ഫാറ്റ് എടുത്തു. സംഭവിച്ചെന്ന് വെച്ചാൽ ബോഡി റിജക്ട് ചെയ്തു. അപ്പൊ പുള്ളി പങ്കുവെച്ചെന്ന് വെച്ചാൽ ഈ ഒരാളും ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ പുള്ളി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ പുള്ളി പറഞ്ഞു ചെയ്യാൻ പറ്റും. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞേ, കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നുണ്ട്. ഇനി ഇതിനകത്ത് കുറെ സയൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ DNA ഇത് നമ്മുടെ സെല്ലുകൾ മരിക്കുമ്പോഴാണല്ലോ നമ്മൾ മരിച്ചു പോകാന്ന് പറയുന്നത്. പുള്ളി തന്നെ പറയുന്നുണ്ട്, സെല്ലുകൾ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിനകത്തുള്ള കുറെ സെല്ലുകൾ ഓൾറെഡി മരിക്കുന്നുണ്ട്. പ്രോസസ്സാണ്. മരിക്കുന്നുണ്ട്, ചിലതൊക്കെ ജീവിക്കുന്നുണ്ട്. ബോഡി തന്നെ റീജനറേറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ടല്ലോ. അപ്പം നമ്മൾ അമ്മയുടെ മുമ്പിനകത്ത് കിടക്കുന്ന സമയത്ത് തന്നെയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ മരിച്ചു ജനിക്കുന്നോ ഒക്കെ പറയാൻ പറ്റുന്നൊരു സംഗതി ഇന്ന് വെങ്കി തന്നെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ സയൻസ് ഉണ്ട്. ഈ DNA എന്ന് പറയുന്നൊരു സംഗതിയാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിനിപ്പോൾ എല്ലാ മരുന്നും ഒക്കെ കഴിച്ചു, പക്ഷേ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അൾഷിമേഴ്സ് ബാധിക്കും. നമുക്ക് എല്ലാം മറന്നു പോകും. അങ്ങനെ മറന്ന് ജീവിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ DNA അല്ലെങ്കിൽ പ്രോട്ടീനൊക്കെ വേണ്ടവണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ പറ്റും, നമുക്ക് ജീവിക്കാൻ പറ്റും, സെല്ലുകൾ മരിക്കാതിരിക്കാൻ പറ്റും. ഇപ്പോൾ P53 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഈ സയൻസിൽ കണ്ടുപിടിച്ചത്. അതൊക്കെയാണ് ഈ സ്റ്റാർട്ടപ്പുകൾ ചെയ്യുന്നത്. P53 ശരീരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ സെല്ലുകൾ മരിക്കാതിരിക്കും. പക്ഷെ P53 സൈഡ് ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒരു മോഡറേറ്റ് ആയിരിക്കണം.
ഇപ്പൊ കൊളസ്ട്രോൾ മോഡറേറ്റ് ആണെങ്കിൽ ഓക്കെ, കൂടിക്കഴിഞ്ഞാൽ പ്രശ്നം, കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം. ഇതുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ സയൻസ് പറയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ കുറേ പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തതിന്റെ അവസാനിപ്പിക്കാൻ. നല്ല രസമുള്ള പുസ്തകമാണ്. അതിനകത്തൊരു ഷാൻ കാർമെന്റ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഷാൻ കാർമെന്റ് ആണ് ഇന്ന് ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്ന ഒരാൾ. 122 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. സ്ത്രീയാണ്. അപ്പൊ അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ അവര് അത്യാവശ്യമൊക്കെ പുകവലിക്കും, അത്യാവശ്യം. അപ്പൊ അവര് തന്നെ പറഞ്ഞിട്ട് എങ്ങനെ ജീവിച്ചിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവസാനം ആയപ്പോഴത്തേക്ക് അവർക്ക് നടക്കാനൊക്കെ പറ്റും, പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല, ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ കാഴ്ച പോയി, കേൾവി പോയി ഒക്കെ ഉണ്ട്. 122 വയസ്സ് വരെ. പക്ഷെ അവർ ഭയങ്കര ജോലി ടൈപ്പായിരുന്നു. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ 110 വയസ്സ് വരെ എനിക്ക് ജീവിച്ചിരിക്കേണ്ടി വന്നു ഒന്ന് ഫേമസ് ആവാൻ. കാരണം പുള്ളിക്കാരത്തിന് 100 ആയപ്പോഴാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന ഒരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് 119 വയസ്സിൽ അവരുമായിട്ട് ചോദിക്കുന്ന ഒരു ഇന്റർവ്യൂ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഈ പുസ്തകത്തിലില്ല. ഞാൻ ഈ ഷാൻ കാർമെന്റിനെ കുറിച്ച് അന്വേഷിച്ചു പോയപ്പോൾ അതിനകത്ത് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്. നിങ്ങൾ ഈ നമ്മുടെ വാൻഗോഗിനെ കണ്ടിട്ടുണ്ടല്ലോ, വാൻഗോഗിനെ കണ്ടിട്ടുള്ള സ്ത്രീയാണ്. അതേ കണ്ടിട്ടുണ്ട്. അതെന്റെ 13ാമത്തെ വയസ്സിലാണ് കണ്ടിട്ടുള്ളത്. പുള്ളി എപ്പോഴും ഒരു മദ്യപനായിരുന്നു, ആളിനെ കാണാൻ കൊള്ളൂലായിരുന്നു, അയാളെ അടുത്ത് വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു നാറ്റം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാൻഗോഗിനെ കണ്ടിട്ടുള്ള ഒരു സ്ത്രീ അവർ പറയുന്നു. അപ്പൊ അവരും പറഞ്ഞിരിക്കുന്നതിൽ അധികം ടെൻഷൻ ഇല്ലാത്ത. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വാർത്തയിലുണ്ടായിരുന്നു, പ്രായം കൂടിയ ഒരു സ്ത്രീ മരിച്ചപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ, വലിയ സ്ട്രെസ് അനുഭവിക്കാതെ ജീവിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ DNA തന്നെ ചിലപ്പോൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ 50 or 60 വയസ്സ് തോന്നും. പുള്ളിക്ക് പ്രായം 35 or 40 ഒക്കെ ആയിരിക്കും. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സ്ട്രെസ് എടുക്കുകയാണെങ്കിൽ അതൊക്കെ ഇതിനെ ബാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ ഘടകങ്ങളുണ്ട്. നമ്മുടെ റൈബോസോമുകൾ, ക്രോമസോമുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പിക്ചർ ഉണ്ട്. ആ പിക്ചർ കാണുമ്പോൾ നമ്മുടെ ഒരു ദുബായിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഡൗൺ ടൗൺ ദുബായി പോയതുപോലെയാണ്. അതായത് ഒന്ന് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്, പിന്നെ ഈ നമ്മുടെ വേസ്റ്റിനെയൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. ഇതേപോലെയാണ് നമ്മുടെ ശരീരത്തിലെ ഈ സാധനങ്ങൾ. നമുക്ക് വേണ്ട പ്രോട്ടീൻ തരുന്നതുണ്ട്, നമ്മുടെ വേസ്റ്റ്നെസ്, ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഏതെങ്കിലും ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെയും പ്രശ്നമുണ്ട്. അങ്ങനെ വൈ വി ഡൈ എന്ന് പറയുന്നത് മരിക്കാൻ, എന്തുകൊണ്ട് മരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണമല്ല പറയുന്നത്. അതിനും അപ്പുറത്തേക്ക് മരണത്തിലേക്ക് നയിക്കുന്ന, പ്രായമാകുന്നതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്. അവസാനം പറയുന്നത്, നിങ്ങൾ ഒരുപാട് കാശൊക്കെ മുടക്കി ഒരുപാട് മരുന്നൊക്കെ കുത്തിവെച്ച് ജീവിക്കാൻ ശ്രമിച്ചാലും അത് പക്ഷേ നെഗറ്റീവിലേക്ക് തിരികുന്നുള്ളതാണ്.